Hi dears, welcome to Lakshya School Plus. അങ്ങനെ നമ്മളെ +1 എക്സാം കഴിഞ്ഞ് +2ലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. സോ +2ൽ എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എസ്പെഷ്യലി മാത്സ്. മാത്സ് +1 പഠിച്ച മാത്സ് നോക്കുമ്പോൾ +2 കൺസെപ്റ്റ് വൈസ് ആയാലും കണ്ടന്റ് വൈസ് ആയാലും ഒരുപാട് പഠിക്കാനുള്ളത് നമുക്ക് +2ലാണ്. മാത്രമല്ല നമുക്കൊരു മാത്സ് ലാബ് തന്നെ +2 നമുക്ക് പഠിക്കാനുണ്ട്. സോ ലാബ് കൊണ്ട് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് എഴുതാതെ ഒരു 40 മാർക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാബിലൂടെ സ്കോർ ചെയ്യാൻ പറ്റും. കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് ആ മാർക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടും. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മളെ +1 പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് +2 വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളെ +2 മൊത്തം 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, +1 മാത്സിൽ നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് +2 ഫസ്റ്റ് ചാപ്റ്റർ. ഇനി സെക്കൻഡ് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ്. ട്രിഗണോമെട്രി നമ്മൾ +1 പഠിച്ചതല്ലേ. ഇങ്ങനെ പോയി അവസാനം നമ്മളെ +2 മാത്സിലെ ചാപ്റ്റർ പ്രോബബിലിറ്റി ആണ്. +1 ലാസ്റ്റ് ചാപ്റ്ററും പ്രോബബിലിറ്റി ആയിരുന്നു അല്ലേ. സോ ഒരുപാട് ചാപ്റ്റർ +1 പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് +2 വരുന്നുണ്ട്. മാത്രമല്ല +1 +2 മാത്സ് പഠിച്ചതിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ +2 ശേഷം നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സിൽ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യും. നിങ്ങൾ ഏതൊരു ഡിഗ്രി കോഴ്സസ് എടുക്കുകയാണെങ്കിൽ അവിടെ മാത്സ് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സ് ആണ് നിങ്ങൾ പ്ലാനെങ്കിൽ ഈവൻ CA ഫൗണ്ടേഷനിൽ വരെ ഒരു പേപ്പർ തന്നെ മാത്സ് പഠിക്കാനുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ +1 +2 മാത്സിൽ പഠിച്ചത് അവിടെ വരുന്നുണ്ട്. സോ വളരെ സിസ്റ്റമാറ്റിക് ആയി കൃത്യതയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിത്തരാൻ വേണ്ടി ലക്ഷ്യ സ്കൂൾ പ്ലസ് നിങ്ങളോട് കൂടിയുണ്ട്. ഇറ്റ്സ് മീ അഹമ്മദ് മൊഹിയുദ്ദീൻ. ബൈ.